ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റായി പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇത്. ഈ കോഴ്സിൽ കേരള PSC എക്സാമിന് വേണ്ടിയുള്ള A to Z ഇംഗ്ലീഷ് ഗ്രാമർ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബിഗിനേഴ്സിന് പോലും മനസ്സിലാകുന്ന രീതിയിലായിരിക്കും പഠിപ്പിക്കുക. ഈ കോഴ്സ് നിങ്ങൾ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്താൽ കേരള PSC ചോദിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇംഗ്ലീഷ് ഗ്രാമർ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. നിങ്ങളെ എല്ലാവരെയും ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യമായി ഇംഗ്ലീഷ് പഠിക്കാൻ എങ്ങനെ തുടങ്ങണമെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാമല്ലേ, ഇംഗ്ലീഷ് മനസ്സിലാക്കിയേ പഠിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കൺസെപ്റ്റ് ക്ലിയറായി പഠിക്കാൻ ശ്രമിക്കണം. ഒപ്പം പ്രാക്ടീസ് ചെയ്യുകയും വേണം. അതിലേക്കായി നമുക്കൊരു നോട്ട് ബുക്ക് വേണം. നോട്ട് ചെയ്ത് വച്ചാൽ മാത്രമേ നമുക്ക് പിന്നെ റെഫർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒരു ബുക്കും പേനയും എടുക്കാമോ? എല്ലാവരും ബുക്കും പേനയും എടുത്തു എന്ന് വിശ്വസിക്കുന്നു. സിലബസ് എഴുതി തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ സിലബസ് ഇങ്ങനെയായിരിക്കും: the sentence, tense, negative and positive sentences, yes or no questions, question tag, active and passive voice, tenses in conditional sentences, if clause ആണ്, kinds of sentences, reported speech, degrees of comparison, articles, agreement of subject and verb, preposition, infinitive and gerunds, determiners, types of sentences and interchange of sentences, use of correlatives, compound words, synonyms, antonyms, phrasal verbs, foreign words, idioms and phrases, one word substitutes. നമ്മൾ ഈ സിലബസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബുക്കും പേനയും എടുക്കാൻ. ആ ബുക്കും പേനയും എടുത്തിട്ട് ആദ്യം തന്നെ ഈ സിലബസ് മൊത്തം നിങ്ങൾ ഒന്ന് എഴുതുക. ഫസ്റ്റ് നിങ്ങളുടെ പേരെഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇംഗ്ലീഷ് നോട്ട് എഴുതും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിൽ ഫസ്റ്റ് തന്നെ സിലബസ് എന്ന ഹെഡിങ് കൊടുത്ത് ഈ സിലബസ് മൊത്തം എഴുതാം. നമ്മൾ എന്തിനാണ് ഈ സിലബസ് എഴുതുന്നത്? സിലബസ് എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് അറിയണ്ടേ, നമ്മൾ എന്ത് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും എന്ത് എക്സാമിനായാലും നമ്മൾ പഠിക്കുമ്പോൾ എന്ത് സിലബസ് എന്താണ് പഠിക്കേണ്ടതെന്ന് നമുക്കറിയണം. അതാണ് സിലബസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും നമുക്ക് ഫസ്റ്റ് ഒരു ആമുഖം തന്നിട്ട് അതിന് അപ്പുറത്ത് ഇൻഡെക്സ് ഉണ്ടാവും, അല്ലേ? എന്തൊക്കെയാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മൾ എന്തൊക്കെ ഇതിനകത്ത് പഠിക്കും എന്ന് നമ്മൾ ഓൾറെഡി പഠിക്കും. ആദ്യം എല്ലാം ഇതാണ്, ഇതൊരു ഓർഗനൈസ്ഡ് വേ ആണ്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ സിലബസ് തന്നെ പഠിക്കണം. പിന്നെ അത് മാത്രമല്ല, ഇംഗ്ലീഷ് ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. അപ്പം നമുക്ക് എന്തൊക്കെ പഠിക്കണം, എവിടെയൊക്കെ പഠിക്കണം എന്നറിയില്ല. അപ്പോൾ കേരള PSC ഓൾമോസ്റ്റ് ഈ രീതിയിലാണ്, ഈ പാറ്റേണിലാണ് എല്ലാ എക്സാമിനും സിലബസ് തന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിൻ്റെയും സിലബസ് റെഫർ ചെയ്ത് അതിന്ന് ക്രസ്റ്റായിട്ടൊരു സിലബസ് എടുത്തതാണ്. അപ്പം ഇത് എല്ലാ PSCക്കാർക്കും ഉപയോഗപ്പെടും. ഏത് തരം എക്സാം എഴുതുന്നവർക്കാണേലും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത് എഴുതി വെക്കണം. എഴുതി വെക്കുന്നത് എന്തിനാ? എഴുതി വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ പഠിച്ചു ഏതൊക്കെ പഠിച്ചില്ല എന്ന് നമുക്കറിയാൻ പറ്റും. ഏത് ടോപ്പിക്കാണ് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ടിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളത് പഠിച്ചു, ടിക്ക് ചെയ്യുക, ബാക്കി ഭാഗം നമുക്ക് പഠിക്കാനുള്ളതാണെന്ന് നമുക്കറിയാൻ പറ്റും, അല്ലേ? അപ്പം അതവിടെ ക്ലിയറായി. നമ്മൾ സിലബസ് പഠിച്ചു. എന്നിട്ട് സിലബസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലം ഇംഗ്ലീഷ് ഗ്രാമറിലേക്കായിട്ട് വിടുക. ബാക്കി സിലബസ് കഴിഞ്ഞിട്ട് ഒരു പേജ് വിടുക. പിന്നെ ഗ്രാമർ നമ്മൾ തുടങ്ങുമ്പം അവിടെ എഴുതും. ഇതിന് ശേഷം നമ്മൾ ബുക്കിനെ തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? തിരിച്ചു വെച്ച് നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് സിനോണിംസ് എഴുതണം, അല്ലേ? ബാക്ക് സൈഡിൽ ഫസ്റ്റ് പേജ് വിടുക, സെക്കൻഡ് പേജിൽ സിനോണിംസ് എന്ന് ഹെഡിങ്സ് കൊടുക്കുക. ഹെഡിങ്സ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക? സിനോണിംസ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇത് സിനോണിംസ് എന്ന് നമ്മൾ ഹെഡിങ് എഴുതി, അതിനുശേഷം നമ്പർ 1 എഴുതുക. നമ്പർ 1 എഴുതിയിട്ട് അതിനകത്ത് ഹെർക്കൂലിയൻ ടാസ്ക്. ഓക്കെ, ഒരു വേർഡാണ് ഹെർക്കൂലിയൻ ടാസ്ക്. അപ്പം നമ്മൾ ഇത് വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ഇതിൻ്റെ മീനിങ് നമ്മൾ എഴുതും. ഇംഗ്ലീഷിൽ എഴുതാവുള്ളൂ, മലയാളത്തിൽ എഴുതരുത്. മലയാളത്തിൽ എഴുതിയ ക്വസ്റ്റ്യന് നമ്മൾ ഓപ്ഷനകത്ത് മലയാളത്തിലല്ല തരിക.
അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളത്തിൽ എഴുതത്തില്ല. മലയാളത്തിൽ വേണമെങ്കിൽ ബ്രാക്കറ്റ് നിങ്ങൾക്ക് എഴുതാം, എക്സ്ട്രീംലി ഹാർഡ് എന്ന് എഴുതിയിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഇൻ കേസ് ഈ 2 ഇംഗ്ലീഷ് വേർഡും നമുക്ക് മനസ്സിലാകുന്നില്ല, അപ്പം നമ്മൾ വളരെ പ്രയാസമുള്ളതെന്ന് വേണമെങ്കിൽ എഴുതാം. എഴുതണ്ടെന്ന് ഞാൻ പറയത്തില്ല, എഴുതാം. പക്ഷേ നമ്മൾ പഠിക്കുമ്പം ഇങ്ങനെ പഠിക്കാം. വെരി ഡിഫിക്കൽട്ട് ടാസ്ക്, എക്സ്ട്രീംലി ഹാർഡ് എന്ന് പഠിച്ചിട്ട് വേണമെങ്കിൽ ഇത് മനസ്സിലായി. ഇപ്പം ഇത് രണ്ടും പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ ബ്രാക്കറ്റിനകത്ത് വളരെ പ്രയാസമുള്ള എന്ന് എഴുതുക. എഴുതിയല്ലോ. എന്നിട്ട് ഇവിടെ നിർത്തരുത്. ഇവിടെ നിർത്തിയാൽ നമുക്ക് ഇത് സെൻറ്റൻസ് ഇത് ഈ മറന്നു പോകും. അതുകൊണ്ട് നമ്മളൊരു സെൻറ്റൻസിനകത്ത് ഇതിനെ ഉൾക്കൊള്ളിക്കുക. അപ്പം ലേണിംഗ് ഇംഗ്ലീഷ് ഈസ് നോട്ട് എ ഹെർക്കൂലിയൻ ടാസ്ക്. അപ്പം നമ്മളൊരു സെൻറ്റൻസ് ആക്കുമ്പോൾ ഇത് ഈസി അല്ലേ? ലേണിംഗ് ഇംഗ്ലീഷ് ഈസ് നോട്ട് എ ഹെർക്കൂലിയൻ ടാസ്ക്. ഇംഗ്ലീഷ് പഠിക്കുന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല, അല്ലേ? അത് സിമ്പിളാണ്. ഞാൻ സിമ്പിളാക്കി തരാം, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ വളരെ ടഫല്ലാതെ നമുക്ക് ഈസി ആയിട്ട് നിങ്ങളിത് ഫോളോ ചെയ്താൽ ഇംഗ്ലീഷ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് കൂടെ ഇരുന്ന് തന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓക്കെ. അപ്പം ലേണിംഗ് ഇംഗ്ലീഷ് ഈസ് നോട്ട് എ ഹെർക്കുലിയൻ ടാസ്ക് എന്നൊരു സെൻറ്റൻസും കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേടിക്കാനില്ല, അത് നമുക്ക് മറക്കില്ല. ഈ സെൻറ്റൻസും നമ്മൾ പഠിച്ച് നമുക്കിപ്പോൾ ഒരു സെൻറ്റൻസും ഉപയോഗിക്കാൻ അറിയാം, യൂസ് ചെയ്യാൻ അറിയാം. ഒപ്പം തന്നെ ഈ ഹെർക്കുലിയൻ ടാസ്ക് എന്ന വേർഡ് നമ്മൾ പഠിച്ചു. ക്ലിയർ അല്ലേ? ഇതൊരു ഓക്കെ ആണല്ലോ. നമുക്ക് മുന്നോട്ട് പോകാം. ഇൻ കേസ് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ബാക്കിൽ പോയി നോക്കുക. ഓക്കെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ സിലബസിനകത്ത് ഞാൻ മാക്സിമം ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാ എക്സാമിനും ഉൾക്കൊള്ളിക്കത്തക്ക രീതിയിൽ. പക്ഷേ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. വിളിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച്, അപ്പം വാട്സപ്പ് ചെയ്യുക. നമ്മൾ അതിനെയും കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ. അപ്പം നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് പഠിച്ചു. ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് നമ്പർ 2 ഇടുക. നമ്പർ 2 ഇട്ടിട്ട് മിസ്ചീവിയസ്, അല്ലേ? മിസ്ചീവിയസിൻ്റെ അർത്ഥം എന്താ? നോട്ടി, മിസ്ബിഹേവിങ് ആൻഡ് ഡിസൊബീഡിയൻറ്റ്. ഇതിനെയാണ് നമ്മൾ മിസ്ചീവിയസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും വേർഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ മലയാളം എഴുതേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ കുസൃതി ആയിട്ടുള്ള കുട്ടി, കുസൃതി എന്നൊക്കെ പറയില്ല, അതിനാണ് മിസ്ചീവിയസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മൈ ബ്രദർ വാസ് എ മിസ്ചീവിയസ് ചൈൽഡ്. ഓക്കെ. അപ്പം എൻ്റെ സഹോദരൻ എന്താണ്? ഒരു മിസ്ചീവിയസ് ചൈൽഡാണ്, ഒരു കുസൃതി കുട്ടിയാണ്. കഴിഞ്ഞില്ലേ? അപ്പം ഇങ്ങനെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഈ സെൻറ്റൻസും കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മയായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ സെൻറ്റൻസും കൂടെ ചേർത്ത് പഠിക്കുന്നത്. ഇപ്പം ഇനി എപ്പോൾ പഠിച്ചാലും സിനോണിംസ് പഠിക്കുമ്പം ഇങ്ങനെ വേണം പഠിക്കാൻ. ക്ലിയർ ആയല്ലോ? ഇനി നമ്പർ 3 ഇടുക. അടുത്ത് നിങ്ങൾ പഠിക്കുന്ന വേർഡ് ഇങ്ങനെ പഠിക്കുക, അർത്ഥം എഴുതുക, അതിനുശേഷം ഒരു സെൻറ്റൻസും കൂടെ എഴുതുക. അപ്പോഴേ നമുക്കിത് പൂർണ്ണമാകത്തുള്ളൂ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്താ ചെയ്യുക? ഒരു 5 പേജ് വിടുക. ഇത് എഴുതിയിട്ട് 5 പേജ് വിടുക. അടുത്ത് നമ്മളിത് പുറകുവശത്താണ് എഴുതുന്നത്. അപ്പം പുറകുവശത്ത് ഒരു 5 പേജ് വിട്ടിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന സിനോണിംസ്, നമ്മൾ പഠിക്കുന്ന സിനോണിംസ് ഇങ്ങനെ പഠിക്കാനാണ്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എക്സാമിന് മുന്നേ ഇത് എന്താ പറയുക, നമ്മൾ റിവിഷൻ ചെയ്യും. റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. സിനോണിംസ് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും. എല്ലാം ഒന്ന് വായിച്ചു പോവുക, എല്ലാം വായിച്ചു പോവുക. അപ്പോൾ നമുക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്, എളുപ്പം പഠിക്കാനും ഒരു ഓർഗനൈസ്ഡ് രീതിയിൽ വരാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിങ്ങനെ പഠിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ സിനോണിംസ് എഴുതി, 2 എക്സാമ്പിൾസ് എഴുതി. ഇനി 3ാമത്തെ നമ്പർ ഇട്ടു. 3ാമത്തെ നിങ്ങൾ പഠിക്കുന്ന വേർഡ് അതുപോലെ എഴുതും. ഓക്കെ, അതുപോലെ എഴുതി പോവുക. എന്നിട്ട് 5 പേജ് വിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ എഴുതുക? ആൻറ്റോണിംസ് എഴുതി. ആൻറ്റോണിംസും ഇങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുക. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു വേർഡ് മാലോവലൻറ്റ്, അല്ലേ? മാലോവലൻറ്റ് ഒരു വേർഡാണ്. ഓക്കെ അല്ലേ? അപ്പം ആ വേർഡിൻ്റെ ഓപ്പോസിറ്റ് ആദ്യം എഴുതണം. ഓപ്പോസിറ്റ് എപ്പോഴും ഇൻഡു ചിഹ്നം ഇട്ടിട്ട് എഴുതണം. അപ്പം നമുക്ക് തെറ്റില്ല. ആൻറ്റോണിംസ് എന്ന് എഴുതിയാലും ഒപ്പം തന്നെ ആൻറ്റോണിംസ് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ മറ്റേ ഇൻഡു വരണം ചിന്ത. അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണെന്നുള്ള ചിന്ത വരണം, അല്ലേ? എന്നിട്ട് മാലോവലൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ബെനവലൻറ്റ്. ഓക്കെ, ബെനവലൻറ്റ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ മാലോവലൻറ്റും ബെനവലൻറ്റും പഠിച്ചേ പറ്റത്തുള്ളൂ. പഠിക്കുക. മാലോവലൻറ്റ് ഓപ്പോസിറ്റ് ബെനവലൻറ്റ്. ഇത് ഓൾമോസ്റ്റ് ചേഞ്ച് ആവാൻ വലിയ ചാൻസ് ഇല്ല. ഇത് തന്നെ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, വളരെ റെയർ വേർഡിന് മാത്രമേ ഇപ്പം ചേഞ്ചസ് വരത്തുള്ളൂ. അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് തന്നെ ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇതിന് ആൻസേഴ്സ് കണ്ടുപിടിക്കണം, അല്ലേ? ഇതിന് ആൻസേഴ്സ് അല്ല, അർത്ഥം കണ്ടുപിടിക്കണം. അർത്ഥം എന്താ കണ്ടുപിടിക്കേണ്ടത്? മാലോവലൻ്റെ അർത്ഥം എന്താ? മെലീഷ്യസ്, ഈവിൽ മൈൻഡഡ്, ഹാവിങ് ഓർ ഷോയിങ് എ വിഷ് ടു ഡു ഈവിൽ ടു അതേഴ്സ്. നമ്മൾ
ഇപ്പം ഇത് മനസ്സിലായെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ എന്താ മലയാളത്തിൽ എന്താ പറയുക, നമ്മൾ അടുത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരാണ് മാലവലൻ്റ് എന്ന് പറയുന്നത്. അല്ലേ? അപ്പം മാലവലൻ്റ് നമ്മൾ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രം, നല്ലോണം അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സെൻറ്റൻസ് എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പം മാലവലൻ്റ് അർത്ഥം എന്താ? മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവരാണ്, ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടമുള്ളവരാണ്, അവരെയാണ് നമ്മൾ എന്താ പറയുന്നത്, മാലവലൻ്റ്. അപ്പം നമുക്ക് ഒരു ആളെ മനസ്സിലോർക്കുക, നമുക്ക് കാണാൻ പറ്റുമല്ലോ, നമ്മളാരും അങ്ങനെയുള്ളവരല്ല, പക്ഷേ വേറെ ആൾക്കാരുണ്ടല്ലോ നമുക്ക് അടുത്തുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിലൊരു ഇഷ്ടം, അവർക്കൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒന്ന് ഓർക്കുക, എന്നിട്ട് അയാളുടെ പേരവിടെ എഴുതുക, എഴുതിയിട്ട് ഹീ ഈസ് എ മാലവലൻ്റ് പേഴ്സൺ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്ര എഴുതുക. അപ്പം നമുക്ക് മാലവലൻ്റിൻ്റെ അർത്ഥം നമുക്ക് മറക്കാതെ ഓർമ്മയിരിക്കും. അതുപോലെ ബെനവലൻറ്റിൻ്റെ അർത്ഥം എന്താ? അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്, നല്ല മനുഷ്യൻ അല്ലേ, കൈൻഡ്. അപ്പം ഹീ ഈസ് എ കൈൻഡ് പേഴ്സൺ, കഴിഞ്ഞു, സിമ്പിൾ. അപ്പം ഇതും കഴിഞ്ഞു. ഇത് ഇത്രയും പഠിച്ചാലേ നമുക്ക് ആൻറ്റോണിംസ് പൂർണ്ണമാവുള്ളൂ. ഇനി നമുക്ക് എന്താ ഗുണമെന്ന് പറഞ്ഞാൽ, ഇവിടെ ആൻറ്റോണിംസും പഠിച്ചു കഴിഞ്ഞു, ഒപ്പം ഈ ഇതിൻ്റെ മീനിങ്ങും പഠിച്ചു. അപ്പം നമുക്ക് 2 വേർഡ് ഒരുമിച്ച് പഠിക്കാൻ പറ്റി അല്ലേ? 2 പേര് ഒരുമിച്ച് പഠിക്കാൻ പറ്റി. ഇപ്പം നമുക്ക് 3 ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റും ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ. മനസ്സിലായോ? അതുപോലെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഠിക്കും. നെക്സ്റ്റ് എന്താ? അഡ്മിയർ. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഡിറ്റസ്റ്റ്. അഡ്മിയറിൻ്റെ ഓപ്പോസിറ്റാണ് ഡിറ്റസ്റ്റ്. അപ്പം നമ്മൾ അഡ്മിയർ ആദ്യം എഴുതി, അതിൻ്റെ അർത്ഥം എന്താ? വാല്യൂ ഓർ റെസ്പെക്ട് ഹൈലി. നമ്മൾ അഡ്മിയർ ചെയ്യുന്നത് എന്താ? നമ്മൾ ആരോടെങ്കിലും ആരാധന തോന്നുന്നതിനാണ് നമ്മൾ അഡ്മിയർ എന്ന് പറയുന്നത് അല്ലേ? ക്ലിയർ ആണോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അഡ്മിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടെങ്കിലും ആരാധന തോന്നുന്നതിനാണ് നമ്മൾ അഡ്മിയർ എന്ന് പറയുന്നത്. അപ്പം വേണമെങ്കിൽ ആരാധന തോന്നുക എന്ന് വേണമെങ്കിൽ ആരാധന എന്ന് വേണമെങ്കിൽ നമുക്ക് ബ്രാക്കിൽ എഴുതി വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഐ അഡ്മിയർ ഹിം ഓർ ഹെർ. നമ്മൾ ഇപ്പം ഐ അഡ്മിയർ മോഹൻലാൽ, മമ്മൂട്ടി, ആരാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നായകനോ നായികയോ അല്ലേ, അതെഴുതി. അപ്പം നിങ്ങൾക്ക് മറക്കില്ല, ഈ വേർഡ് മറക്കില്ല. അപ്പം അഡ്മിയറിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഡിറ്റസ്റ്റ്. അപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായില്ലേ? അത് നമ്മൾ ആരാധനയാണെങ്കിൽ ഇത് ഇഷ്ടമില്ലായ്മ, ഹെയ്റ്റ്, ഡിസ്ലൈക്ക് എക്സ്ട്രീംലി അല്ലേ? അപ്പം അതായത് വളരെ ഇഷ്ടമേ പെടുന്നില്ല എന്നുള്ള രീതിയാണ്. ആ രീതിയിൽ വരുമ്പോഴാണ് ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഇഷ്ടം, ആ അർത്ഥത്തിൽ വരും. ഇത് ഭയങ്കരമായിട്ട് നമ്മൾ വെറുക്കുന്നു എന്നുള്ളൊരർത്ഥം വരും. മനസ്സിലായോ? അപ്പം ഐ ഡിറ്റസ്റ്റ് ഹിം ഓർ ഹെർ. നമുക്ക് ആരെങ്കിലും ഇഷ്ടമില്ലാത്തവരെ കാണത്തില്ലേ, അവരൊന്ന് എഴുതി വെക്കുക, അവരൊന്ന് ഓർക്കുക, അവരൊന്ന് എഴുതി വെക്കുക, എന്നിട്ട് ഈ സെൻറ്റൻസ് ഒന്ന് പറയുക, ഐ ഡിറ്റസ്റ്റ് ഡാഷ്. കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇത് ഇത്രയും ക്ലിയർ ആയെങ്കിൽ അപ്പം നമ്മൾ പിന്നെയും ഒരു 5 പേജ് വിടും. 5 പേജ് വിട്ടിട്ട് ഫ്രേസൽ വെർബ്സ് എഴുതും അല്ലേ? ഫ്രേസൽ വെർബ്സ് അത് എന്താ? ഫ്രേസൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വെർബിൻ്റെ കൂടെ ഒരു പ്രപ്പോസിഷൻ കൂടെ വരും, അതിനെയാണ് ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. പക്ഷേ ആ വെർബും ആ ഫ്രേസൽ പ്രിപ്പോസിഷനും കൂടെ ചേർന്ന് വരുമ്പോൾ അതിൻ്റെ അർത്ഥം മൊത്തത്തിൽ മാറും. ഓക്കെ, അത് ഓർത്ത് വെക്കണം. അതുകൊണ്ട് ഇത് കുറച്ച് ട്രിക്കിയാണ്. നിങ്ങൾ മറ്റത് ബൈഹാർട്ട് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എഴുതാൻ പറ്റും എക്സാമിന്. ഇത് ബൈഹാർട്ട് ചെയ്താൽ നമ്മൾ തെറ്റിപ്പോവും. അതുകൊണ്ട് ഇത് പറഞ്ഞ രീതിക്ക് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പം അതായത് സെൻറ്റൻസിലൂടെ മാത്രം തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഇത്. ഓക്കെ, എങ്ങനെയാണെങ്കിലും ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം പുട്ട് ഓഫ് പഠിക്കാം. പുട്ട് ഓഫ്, അതിൻ്റെ അർത്ഥം എന്താ? പോസ്റ്റ് പോൺ ആണ് പുട്ട് ഓഫിൻ്റെ അർത്ഥം. അപ്പം വി വിൽ ഹാവ് ടു പുട്ട് ഓഫ് ദ മീറ്റിംഗ് അണ്ടിൽ നെക്സ്റ്റ് മന്ത്. സോറി, പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പോൺ എന്ന് ഞാൻ പറഞ്ഞു. അതിനർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? പോസ്റ്റ് പോൺ എന്ന് പറഞ്ഞാൽ പിന്നീടത്തേക്ക് മാറ്റി വെക്കുകയാണ് പോസ്റ്റ് പോണിൻ്റെ അർത്ഥം. അത് നമുക്ക് അറിയില്ലെങ്കിൽ അതൊന്ന് എഴുതി വെക്കുക. ഡിക്ഷണറി റെഫർ ചെയ്ത് ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി റെഫർ ചെയ്യാം. പക്ഷേ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കണം. പുട്ട് ഓഫ് പിന്നത്തേക്ക് മാറ്റി വെക്കുക എന്നല്ല പഠിക്കേണ്ടത്, പോസ്റ്റ് പോൺ എന്ന് തന്നെ പഠിക്കുക. പിന്നെ നമുക്ക് ഈ അർത്ഥം കൂടെ അറിയില്ലെങ്കിൽ ഒന്ന് മലയാളത്തിൽ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. ഓക്കെ, അതാണ് ഞാൻ മലയാളം ഒന്നും ഇതിൽ എഴുതാത്തത്. ഓക്കെ, അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ് ആവത്തുള്ളൂ. അത് ഞാൻ സെൻറ്റൻസ് പഠിക്കുമ്പം എന്താ നമ്മൾ മലയാളം എഴുതരുത് എന്ന് പറയുന്നതിന് കാര്യമൊന്നും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ എങ്ങനെ എഴുതും? ഒരു സെൻറ്റൻസ് എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. ഇത് സെൻറ്റൻസ് എഴുതാതെ പോലെ ഇതെന്താണേലും ആര് പഠിച്ചാലും എങ്ങനെ പഠിച്ചാലും ഇത് സെൻറ്റൻസിലൂടെ പഠിച്ചാൽ മാത്രമേ ഓർമ്മ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ 2 ദിവസത്തിന് ഓർമ്മ കാണും, എക്സാം ടൈമിൽ ചിലപ്പോൾ കൺഫ്യൂസ് ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ സെൻറ്റൻസ് എഴുതാൻ മറക്കരുത്. ഓക്കെ, വി വിൽ ഹാവ് ടു പുട്ട് ഓഫ് ദ മീറ്റിംഗ് അണ്ടിൽ ദ നെക്സ്റ്റ് മന്ത്. ഓക്കെ, അപ്പം അതിനർത്ഥം എന്താ? വി വിൽ ഹാവ് ടു പുട്ട് ഓഫ് ദ മീറ്റിംഗ് അണ്ടിൽ നെക്സ്റ്റ് മന്ത്. അതിനർത്ഥം എന്താ? നമ്മൾ ഈ മീറ്റിങ്ങിനെ അടുത്ത മാസം വരെ മാറ്റി വെക്കണം, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇത്
അതായത് നമ്മൾ ഈ മീറ്റിങ്ങിനെ അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതി മാത്രമേ ഇത് പഠിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ മറന്നു പോകും. പുട്ടോണിൻ്റെ അർത്ഥം എന്താ? ടു വിയർ. മലയാളം എന്താ? ധരിക്കുക. യു ഷുഡ് പുട്ട് ഓൺ യുവർ ന്യൂ ഡ്രസ് ഫോർ ദ പാർട്ടി. അപ്പം നിങ്ങൾ പാർട്ടിക്ക് നിങ്ങളുടെ പുതിയ ഡ്രസ്സ് ധരിക്കണം. കഴിഞ്ഞു, സിമ്പിൾ. അപ്പം ടു വിയർ എന്നുള്ള പുട്ട് ഓൺ. യു ഷുഡ് വിയർ യുവർ ന്യൂ ഡ്രസ് ഫോർ ദ പാർട്ടി എന്ന് പറഞ്ഞാൽ മതി. അവിടെ നമ്മൾ എന്താ പുട്ട് ഓൺ ഇടുമ്പം യുവർ ന്യൂ ഡ്രസ് ഫോർ ദ പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഡ്രസ്സ് ധരിക്കണമെന്ന്. അപ്പം ആ ടു വിയർ എന്നുള്ളത് നമുക്ക് ഓർമ്മ നിൽക്കും. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷൻ. അപ്പോൾ ഫ്രൈസൽ വേർബ്സും എഴുതി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ നിങ്ങൾക്ക് ഇതുപോലെ അടുത്ത് നിങ്ങൾ പഠിക്കുന്നത് കിട്ടുമ്പം ഇത് എഴുതി വെക്കണം. അപ്പം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അറിയാവുന്ന കാര്യങ്ങൾ എഴുതിയില്ല, നല്ലോണം അറിയാവുന്ന കാര്യങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി പഠിക്കുന്ന കാര്യങ്ങൾ എന്തായാലും എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഫ്രൈസൽ വേർബ് കഴിഞ്ഞു. പിന്നെ ഒരു 5 പേജ് വിട്ടു. പിന്നെ നമ്മൾ ഫോറിൻ വേർഡ്സിലോട്ട് പോകും അല്ലേ. ഫോറിൻ വേർഡ്സ് ഏതാ? നമ്മൾ ഫോറിൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇപ്പം ഇംഗ്ലീഷിന് ഫോറിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മലയാളത്തിൽ നിന്ന് ഒരു വാക്ക് എടുത്താലും അത് ഫോറിൻ വേർഡാണ്. അതുപോലെ ഫ്രഞ്ച്, ലാറ്റിൻ, അവിടെ നിന്ന് കുറേ വേർഡ് വന്നിട്ടുണ്ട് ഇംഗ്ലീഷിലോട്ട്. അപ്പോൾ ആ വേർഡ്സിന് അർത്ഥം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്. അതുപോലെ എന്തെങ്കിലും വേർഡ് കിട്ടിയാൽ നിങ്ങളിപ്പം ഇതിൽ തന്നെ എഴുതണം. ഫോറിൻ വേർഡ്സ് എന്ന് സെപ്പറേറ്റ് ഹെഡിങ് ഇടണമെന്നില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഫോറിൻ വേർഡ്സ് എന്ന് കണ്ടാൽ മാത്രം ഇങ്ങനെ എഴുതിയാൽ മതി. അല്ലാത്ത പക്ഷം സിനോണിംസിൽ എഴുതിയാലും മതി. പക്ഷേ നമ്മളിത് പഠിക്കണം, ഈ കിട്ടുന്ന വേർഡ്സൊക്കെ പഠിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എ പർട്ടിക്കുലർ വേ ഓർ മെത്തേഡ് ഓഫ് ഡൂയിങ് സംതിങ്. ഒരു പ്രത്യേക രീതിയിൽ ഒരു കാര്യം ചെയ്യുന്നതിനാണ് നമ്മൾ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക രീതിയിലോ തരത്തിലോ ചെയ്യുന്നതിനാണ് മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത്. അത് നമ്മൾ വേണമെങ്കിൽ മലയാളത്തിൽ എഴുതി വെക്കാം. പക്ഷേ നോട്ടിൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം, ബ്രാക്കറ്റിലെ മലയാളത്തിൽ എഴുതുക. അല്ല മലയാളത്തിൽ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ള രീതി അത് മാത്രമേ എഴുതി വെക്കരുത്. ഇംഗ്ലീഷും കൂടെ ചേർത്ത് എഴുതണം. മനസ്സിലായല്ലോ? ക്ലിയർ ആണേ? അപ്പം നമ്മൾ ഇതിനകത്തൊരു എക്സാമ്പിൾ സെൻറ്റൻസ് എഴുതുക. എവരി കില്ലർ ഹാസ് ഹിസ് ഓൺ സ്പെഷ്യൽ മോഡസ് ഓപ്പറാൻഡി അല്ലേ. എവരി കില്ലർ ഹാസ് ഹിസ് ഓൺ സ്പെഷ്യൽ മോഡസ് ഓപ്പറാൻഡി. എല്ലാ കൊലപാതകയ്ക്കും അവരുടേതായ പ്രത്യേക ഒരു രീതിയുണ്ട് ആൾക്കാരെ കൊല്ലുന്നതിന് അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു വേർഡാണ് പ്രൈമ ഫേസി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അറ്റ് ഫസ്റ്റ് വ്യൂ അല്ലെങ്കിൽ ഓൺ ദ ഫസ്റ്റ് അപ്പിയറൻസ്. മനസ്സിലായോ? ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന്. ആദ്യത്തെ കാഴ്ചയിൽ എന്താണെന്നാണ് നമ്മൾ ആദ്യത്തെ കാഴ്ചയിൽ പ്രൈമ ഫൈസി ദിസ് ഈസ് എ കേസ് ഓഫ് മർഡർ. നമ്മളിപ്പം ഒരാൾ മരിച്ചു കിടക്കുന്ന എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നോക്കിയിട്ട് കാണുമ്പോൾ തന്നെ അറിയില്ലേ ഇത് മർഡർ ആണോ സൂയിസൈഡ് ആണോ എന്ന് കണ്ടാൽ അറിയില്ലേ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൈമ ഫൈസി ദിസ് ഈസ് എ കേസ് ഓഫ് മർഡർ. ക്ലിയർ ആണ്? അപ്പോൾ ഫോറിൻ വേർഡ്സ് ഇതിന് 2 പേജൊക്കെ വിട്ടാൽ മതി. ഇതിന് അധികം വേർഡ് കിട്ടാൻ ചാൻസ് ഇല്ല. 2 പേജ് വിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസിലോട്ട് പോകും. അടുത്ത ഹെഡിങ് എഴുതി ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. നമ്പർ 1. ഇപ്പം ഞാൻ കുറച്ച് സ്പീഡിൽ പോകണം, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അതിനനുസരിച്ച് നിങ്ങൾ പോവുക. ഓക്കെ, ഇനി എല്ലാം പറയണ്ടല്ലോ 5 പേജ് വിടണം ഇങ്ങനെ ചെയ്യണം അതൊന്നുമില്ലല്ലോ. ഹെഡിങ് എഴുതുക, അടുത്തത് എഴുതുക. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഹാപ്പൻസ് വെരി റെയർലി എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്ക സമയങ്ങളിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് സംഭവിക്കാത്ത കാര്യങ്ങളാണ്. അതായത് ഒരു 2 വർഷം കൂടുമ്പോഴോ 1.5 വർഷം 2 വർഷമൊക്കെ കൂടുമ്പം സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ ബ്ലൂ മൂണിൻ്റെ അർത്ഥം എന്താ? ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 2 ഫുൾ മൂൺ വരുന്നതിനാണ് ബ്ലൂ മൂൺ എന്ന് പറയുന്നത് അല്ലേ. അത് എപ്പോഴേ 2.5 അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോഴൊരിക്കലേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രയോഗം ഇവിടെ വന്നിരിക്കുന്നത് ഇഡിയംസ് ആൻഡ് ഫ്രേസസിൽ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ റെയർലി ചെയ്യുന്ന കാര്യങ്ങൾ, വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യാതെ വല്ലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ വളരെ വല്ലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളെയാണ് എന്ന് പറയുന്നത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ ചെയ്യുന്നതോ നടക്കുന്നതോ ആയ കാര്യങ്ങൾ. ഓക്കെ, അപ്പം അതിനൊരു എക്സാമ്പിൾ നമുക്ക് എന്താ എഴുതാൻ പറ്റുന്നത്? ഐ വിസിറ്റ് മൈ റിലേറ്റീവ്സ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ അല്ലേ. ഇപ്പം എല്ലാ ആഴ്ചയ്ക്കും പോകുന്നവർ ഈ സെൻറ്റൻസ് എഴുതരുത്. ഇപ്പം 1 വർഷമോ 1.5 വർഷമൊക്കെ കൂടുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഫോണും ഇതൊക്കെ വന്നതിന് ശേഷം നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുന്ന വളരെ കുറവാണ് അല്ലേ, എല്ലാവരും തിരക്കൊക്കെ ആയിട്ട്. അപ്പം ഇതൊരു റെലവൻറ്റ് എക്സാമ്പിളാണെന്ന് തോന്നും. അല്ലെങ്കിൽ അതർവൈസ് നിങ്ങൾ എന്തെങ്കിലും ഇതുപോലൊരു എക്സാമ്പിൾ എഴുതുക. ഐ വിസിറ്റ് മൈ റിലേറ്റീവ്സ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ സെൻറ്റൻസ് ആപ്പിൾ ഓഫ് ദ ഐ.
ഓക്കെ, ക്ലിയർ അല്ലേ? ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറഞ്ഞാൽ യൂസ് ടു റെഫർ ടു സമ്മൺ ഹൂം യു ആർ വെരി ഫോണ്ട് ഓഫ് ഓർ ലൈക്ക്. മനസ്സിലായോ? യൂസ്ഡ് ടു റെഫർ ടു സമ്മൺ ഹൂം യു ആർ വെരി ഫോണ്ട് ഓഫ് ഓർ ലൈക്ക്. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളെ അല്ലേ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആപ്പിൾ ഓഫ് ദ ഐ എന്ന്. അതായത് നമ്മളെ കണ്ണ് എന്ന് പറഞ്ഞാൽ കണ്ണിലെ ഉണ്ണി ഭയങ്കര പ്രിയപ്പെട്ടതല്ലേ നമുക്ക്. അതുപോലെ കണ്ണിലുണ്ണി എന്ന് നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ, അത് തന്നെയാണ് ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറയുന്നത്. മനസ്സിലായി? വേണമെങ്കിൽ കണ്ണിലുണ്ണി എന്ന് എഴുതി വെച്ചോളൂ. മൈ യങ്ങർ ബ്രദർ ഈസ് ആപ്പിൾ ഓഫ് മൈ ഐ. മൈ യങ്ങർ ബ്രദർ ഈസ് ആപ്പിൾ ഓഫ് മൈ ഐ എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഇത് കഴിഞ്ഞിട്ടും ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 5 പേജസ് അങ്ങ് വിടുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഓക്കെ, അതിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടില്ല. ഇതിപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. ഒമിനി എന്ന് പറഞ്ഞാൽ അർത്ഥം ഓൾ. അപ്പം ഒമിനി തുടങ്ങുന്ന എല്ലാത്തിനും അർത്ഥം ഓൾ എന്നുള്ള അർത്ഥം വരും എന്ന് നിങ്ങൾ മനസ്സിലായിക്കോണം. മനസ്സിലായോ? ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാം എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പം വൺ ഹൂ ഈസ് ഓൾ പവർഫുൾ, ഒമിനി പൊട്ടൻറ്റ്. ഒമിനി പൊട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ സർവശക്തൻ അല്ലേ? ആരെയാണ് നമ്മൾ പറയുന്നത്? ദൈവത്തെയായി പറയുന്നത് അല്ലേ? ദൈവത്തെ മാത്രമേ സർവശക്തൻ എന്ന് പറയാൻ പറ്റുള്ളൂ. വൺ ഹൂ ഈസ് ഓൾ പവർഫുൾ. ഒമിനി എന്ന് ഉള്ള അർത്ഥം വെച്ചിട്ട് നമ്മൾ ഈശ്വരനെ പറയാം, ഈശ്വരനെ അല്ലെങ്കിൽ ദൈവത്തെ പറയാൻ വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അല്ലേ? വൺ ഹൂ ഈസ് പ്രസൻറ്റ് എവ്രിവെയർ, ഒമിനി പ്രസൻറ്റ്. ഒമിനി പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സർവ്വവ്യാപി, എല്ലായിടത്തും കാണപ്പെടുന്ന ആരാ? അതും ദൈവം തന്നെയാണ്. വൺ ഹൂ നോസ് എവ്രിതിങ്, ഒംനിസെൻറ്റ്. ഒംനിസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സർവജ്ഞൻ അല്ലേ? സർവജ്ഞൻ ആണ് ഒംനിസെൻറ്റ്. അപ്പം വൺ ഹൂ ഈസ് ഓൾ പവർഫുൾ, ഒംനിപൊട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സർവശക്തൻ. വൺ ഹൂ ഈസ് പ്രസൻറ്റ് എവ്രിവെയർ, ഒംനി പ്രസൻറ്റ്, സർവവ്യാപി. വൺ ഹൂ നോസ് എവ്രിതിങ്, ഒംനിസെൻറ്റ്. ഓക്കെ, സർവജ്ഞൻ. മനസ്സിലായോ? ഇത് 3ഉം ദൈവത്തെ പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്നിട്ട് നമുക്ക് വേറൊരു വേർഡ് പഠിക്കാം. ഇത് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഇതിങ്ങനെ തന്നെ പഠിക്കണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായാലേ മലയാളം കൂടെ എഴുതി വെച്ചോളൂ. മലയാളം ഞാൻ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് സൈഡ്. അതുപോലെ ഒമിനി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? ഓൾ ആണ് അർത്ഥം. സൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കില്ലിങ് അല്ലേ? കില്ലിങ് ആണ് അതിൻ്റെ അർത്ഥം. അപ്പം കില്ലിങ് ഓഫ് സെൽഫ് ഓർ സെൽഫ് മർഡർ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? സൂയിസൈഡ്. സൈഡ് വന്നില്ലേ ലാസ്റ്റ്? സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ സ്വന്തം കൊല്ലുന്നതിനാണ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിനാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. അപ്പം കില്ലിങ് ഓഫ് സെൽഫ് ഓർ സെൽഫ് മർഡറിനെ നമുക്ക് സൂയിസൈഡ് എന്ന് പറയാം. അതുപോലെ കില്ലിങ് ഓഫ് ഹ്യൂമൻ ബീയിങ്ങിന് എന്തോ പറയാം? ഹോമിസൈഡ് എന്ന് പറയാം അല്ലേ? ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൊല്ലുന്നതിന് നമുക്ക് ഹോമിസൈഡ് എന്ന് പറയാം അല്ലേ? കില്ലിങ് ഓർ മർഡർ ഓഫ് എ കിങ്ങിനെ, രാജാവിനെ കൊല്ലുന്നതിനെ നമ്മൾ എന്ത് പറയും? റെജിസൈഡ്. ഓക്കെ, കില്ലിങ് ഓഫ് എ റേസ് ഓർ കമ്മ്യൂണിറ്റി, അതിനെന്താ പറയുക? ജനോസൈഡ്. ക്ലിയർ ആണ്? ജനോസൈഡ്. കില്ലിങ് ഓഫ് എയ്തർ ഓർ ബോത്ത് പാരൻസ്, പാരിസൈഡ്. പാരന്റ് അതിൻ്റെ അർത്ഥം തന്നെ വരുന്നുണ്ട് കേട്ടോ, ജനോസൈഡ്. കില്ലിങ് ഓഫ് ഓൺസ് ഫാദർ, അതിനർത്ഥം എന്താ? പാട്രിസൈഡ്. ഓക്കെ, കില്ലിങ് ഓഫ് ഓൺസ് മദർ, മാട്രിസൈഡ്. കില്ലിങ് ഓഫ് ഓൺസ് ബ്രദർ, ഫ്രാട്രിസൈഡ്. കില്ലിങ് ഓഫ് ഓൺസ് സിസ്റ്റർ, സൊറോറിസൈഡ്. കില്ലിങ് ഓഫ് ആൻ ഇൻഫാൻറ്റ് ഓർ ന്യൂ ബോൺ ബേബി, എന്താ പറയുക? ഇൻഫാൻറ്റിസൈഡ്. കില്ലിങ് ഓഫ് ഓൺസ് ഹസ്ബൻഡ്, മാറ്റിസൈഡ്. കില്ലിങ് ഓഫ് ഓൺസ് വൈഫ്, ബുക്സോറിസൈഡ്. ക്ലിയർ ആണ്? അപ്പം ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു 5 പേജ് വിടുന്നു. 5 പേജ് വിട്ടതിന് ശേഷം അടുത്തിന് നമ്മൾ ലാസ്റ്റ് ടോപ്പിക് എത്തി. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ട രീതി കഴിഞ്ഞു. എന്നിട്ട് ഇതിൽ നമ്മൾ ഫില്ല് ചെയ്താൽ മതി. ഇത് നമ്മൾ എത്രത്തോളം ഫില്ല് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ എല്ലാവരെക്കാട്ടിയും അപ്പർ ഹാൻഡ് ആയിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ അവരെക്കാട്ടി നമ്മൾ മുന്നിലെത്തും നമ്മുടെ റിസൾട്ട്. ഓക്കെ, അപ്പം ഇത്രയും പേജ് നിങ്ങൾ ഒരു ബുക്ക് ഫുള്ളായിട്ട് ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ തന്നെ പറഞ്ഞു തരും എന്തൊക്കെ പഠിക്കണമെന്ന്. ഈ വേർഡ്സ് നിങ്ങൾ പഠിച്ചോളൂ. അത് വേർഡ്സിൻ്റെ ക്ലാസ് ലാസ്റ്റായിരിക്കും. ബാക്കി വേർഡ്സൊക്കെ ഞാൻ ലാസ്റ്റിലായിരിക്കും പറയുക ഈ ഗ്രാമർ കഴിഞ്ഞതിന് ശേഷം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. PSC പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാം. പഠിച്ച് തുടങ്ങാത്തവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പിന്നെ ഈ ബിഗിനേഴ്സിനും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്ലോയിൽ പോകുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക, വെറുതെ ടൈം വേസ്റ്റ് ചെയ്തത് സ്കിപ്പ് ചെയ്ത് കാണുക. നിങ്ങൾ വെറുതെ ഇങ്ങനെ
ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. നമുക്ക് സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും 24 hours ഉള്ളൂ. നമ്മൾ എത്രത്തോളം കൂടുതൽ ഹാർഡ് വർക്ക് ഇടുന്നോ, എത്രത്തോളം നന്നായിട്ട് പഠിക്കുന്നോ, അപ്പോൾ അവർക്കേ നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പം അറിയാമെന്നുള്ളവർ സ്കിപ്പ് ചെയ്ത് പോവാം. ഞാൻ പറഞ്ഞില്ലേ, ബിഗിനേഴ്സിനും കൂടെ മനസ്സിലാവുന്ന രീതിക്ക് വളരെ സിമ്പിളായിട്ട് പോവാണ്. ഓക്കെ, സിമ്പിളായിട്ട് ഞാൻ പിന്നെ ഗ്രാജുവലായിട്ട് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ ഞാൻ എത്തും. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് കഴിഞ്ഞിട്ട് നമ്മൾ 5 pages വിട്ട് കഴിഞ്ഞിട്ട് അടുത്തെന്താ നമ്മൾ പഠിച്ചത്? അടുത്ത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് പഠിച്ചു, അതിനും 5 page വിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂൾസ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. റൂൾസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് റൂൾസ് കാണാതെ പഠിക്കേണ്ടി വരും എക്സാമിന്, അല്ലേ? എക്സാമിന് അത് എങ്ങനെ പഠിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. റൂൾസ് ഇങ്ങനെ കാണാതെ പഠിച്ചാൽ ഞാൻ എങ്ങനെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ എക്സാം എഴുതിയ എല്ലാവർക്കും ഞാൻ പറയുമ്പോൾ ഇപ്പം മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കുറേ റൂള് പഠിക്കും, എന്നിട്ട് എക്സാമിന് വരുമ്പോൾ അവിടെ എത്തുമ്പം VP+ING ആണോ, V1 ആണോ, അല്ലെങ്കിൽ V2 ആണോ, നമുക്കൊരു ഡൗട്ടാണ്. V1 V2 എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും, V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് നമ്മൾ സിമ്പിളായിട്ട് ഞാനത് പറഞ്ഞുതരാം. V1 V2 ഞാൻ V1 V2 V3 എന്നായിരിക്കും പഠിപ്പിക്കുക. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടായിരിക്കും പഠിക്കുക. അതൊന്ന് V1 V2 വന്നാൽ വെർബാണോ, VP+ING ആണോ, പാസ്റ്റ് ആണോ, പ്രസൻറ്റ് ആണോ, നമുക്ക് കൺഫ്യൂഷൻ വരും റൂൾ പഠിച്ചു കഴിയുമ്പോൾ. എല്ലാത്തിലല്ല, ചിലതിൽ. അപ്പം അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ഒരു കാര്യം ചെയ്യണം. എന്താണെന്നറിയാം? ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. റൂൾസ് എന്ന് നമ്മൾ ടോപ്പിക് എഴുതി, ഇനി അത് കഴിഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ എഴുതാം. നമ്പർ 1 എന്നിട്ടിട്ട് വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ക്ലിയർ ആണ്? നമ്പർ 1 എന്നിട്ട് നമ്മൾ എഴുതി വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഇത് നമ്മൾ ഈ സെൻറ്റൻസ് അങ്ങ് കാണാതെ പഠിക്കാം. ഞാൻ പഠിക്കേണ്ട രീതിയാണ് പറഞ്ഞുതരുന്നത്. നമ്മളിപ്പോൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് VP+ING പ്ലസ് അതേഴ്സ് വരും. വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് വെർബ് വന്നാൽ ING ഫോം ഓഫ് വെർബ് വരുമെന്ന് നമ്മൾ കാണാതെ പഠിച്ചു വെക്കും. അപ്പോൾ നമ്മൾ എക്സാമിന് പോകുമ്പം അത് ചെറിയൊരു പാളൽ വന്നാൽ മതി, നമുക്ക് തെറ്റും. അപ്പോൾ ഒരു മാർക്കാണ് അങ്ങ് പോകുന്നത്. തെറ്റിന നമ്മൾ പഠിച്ചതുകൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. തെറ്റിയ -മാർക്കും കൂടെ വരും. അതും കൂടെ ഓർക്കണം. അപ്പം നമ്മൾ അത് വരാതിരിക്കാൻ ഇപ്പം വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ VP+ING പ്ലസ് അതേഴ്സ് ബാക്കി കാര്യങ്ങൾ വരുമെന്ന് നമുക്കറിയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് പഠിക്കേണ്ടതെന്നല്ല, ഇത് പഠിക്കണം. ഇതിങ്ങനെ പഠിച്ചിട്ട് പക്ഷേ ഇവിടെ നിർത്തരുത്. ഇവിടെ നിർത്തിയാൽ കഴിഞ്ഞു. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള, ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ തന്നേക്കുന്നത്. വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് VP+ING വരുമെന്ന് ഞാൻ റൂള് പറഞ്ഞു. ഗിവിങ് അല്ലേ, വെർബിൻ്റെ കൂടെ ING വന്നിട്ടുണ്ട്. മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ക്ലിയർ ആണ്? എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ? വെള്ളം തരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മൾ പഠിച്ചതനുസരിച്ച് രണ്ടാമത്തെ വെർബിൻ്റെ കൂടെ ING ഫോം വന്നിട്ടുണ്ട്. നമ്മളിത് എന്ത് ചെയ്യണമെന്നറിയോ? ഈ സെൻറ്റൻസിനെ കാണാതെ പഠിക്കുക. ഈ റൂൾസ് നമ്മൾ പഠിച്ചു, ഒപ്പം തന്നെ സെൻറ്റൻസും കൂടെ കാണാതെ പഠിക്കുക. നമ്മൾ എന്ത് തെറ്റാണ് ചെയ്യുന്നത്? നമ്മൾ റൂൾസ് മാത്രം പഠിച്ചു. വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ VP+ING വരും എന്ന് പഠിച്ചു വെക്കും. അപ്പം അതിൻ്റെ ഒപ്പം നമ്മൾ ഈ സെൻറ്റൻസും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് ജോലി കിട്ടാൻ വേണ്ടി എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റും. ഒപ്പം ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഡ്രാഫ്റ്റൊക്കെ ചെയ്യേണ്ടി വരും, അല്ലേ? ആ സമയത്ത് ഡ്രാഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലെറ്ററൊക്കെ എഴുതേണ്ടി വരും. അപ്പോഴൊക്കെ നമുക്ക് ഇത് ഉപകാരപ്പെടും. ഈ സെൻറ്റൻസ് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറൊക്കെ കിട്ടും, നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ സംസാരിക്കേണ്ട കഴിവ് കിട്ടും. ഇത് 3 കിട്ടും. അത് മാത്രമല്ല, എക്സാമിന് തെറ്റാതെ എഴുതാൻ പറ്റും. നമ്മളിത് വുഡ് യു മൈൻഡ് പ്ലസ് VP+ING പഠിച്ചാലും എഴുതാൻ പറ്റും. അത് കറക്റ്റായിട്ട് ഓർമ്മയിരുന്ന, ഇൻ കേസ് മറന്നാൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പഠിക്കും? വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഇത്രയും നമുക്ക് പഠിക്കാൻ പറ്റില്ലേ? പഠിക്കുക. ഈ സെൻറ്റൻസ് ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ചിട്ട് നമ്മളായിട്ട് കുറച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റൂലേ? എന്താ? വുഡ് യു മൈൻഡ് ഗിവിങ് മീ വരെ നമുക്ക് അറിയാം. എന്നിട്ട് അതിൻ്റെ കൂടെ എന്താ? സം ഫുഡ്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വെള്ളം ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് മനസ്സിൽ ഓർത്താലും മതി. ഇൻ കേസ് നമ്മളിപ്പോൾ ഒരാളോട് വെള്ളം മലയാളത്തിൽ തന്നെ ചോദിച്ചെന്ന് വെച്ചോ. ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. മലയാളത്തിൽ തന്നെ സംസാരിച്ചെന്ന് വെച്ചോ. നമ്മളിപ്പം മനസ്സിലിങ്ങനെ ഓർക്കുക, വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയാം. അല്ലെങ്കിൽ ഇനി അമ്മ നമുക്ക് ഫുഡ് തരുന്ന, അല്ലേ? ഫുഡ് തരുന്ന അമ്മയല്ലേ? അപ്പം നമ്മൾ അമ്മയോട് രാവിലെ എണീറ്റിട്ട് വുഡ് യു മൈൻഡ് ഗിവിങ് മീ സം ഫുഡ് ചോദിച്ചൂടെ? നമ്മൾ അമ്മയോട് ഇപ്പോൾ ചോദിക്കാം, അമ്മയോടൊന്നും ചോദിക്കാം. അമ്മയോട് എങ്ങനെയാണ് സംസാരിക്കുക? അപ്പോൾ അങ്ങനെ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവും, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്യാം, അല്ലേ? എന്നിട്ട് അതിനകത്ത് നമ്മളിപ്പോൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. വുഡ് യു മൈൻഡ് ഗിവിങ് തന്നെ ഇട്ടിട്ടുണ്ട്. ഗിവിങ് ഇട്ടിട്ട് മീ സം ഫുഡ് എന്ന് മാത്രമേ മാറ്റുള്ളൂ. അതിപ്പം ഈസി അല്ലേ?
ഇങ്ങനെ കുറച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കുക, എങ്കിൽ ഈസി ആയിരിക്കും, നിങ്ങൾ മറക്കത്തില്ല ഒരിക്കലും. ഒരു സെൻറ്റൻസ് എങ്കിലും നിങ്ങൾ മറക്കാതെ കാണാതെ പഠിക്കണം. ഓക്കെ. വുഡ് യു മൈൻഡ് ഗിവിങ് മീ യുവർ കോൺടാക്ട് നമ്പർ? അല്ലേ, കോൺടാക്ട് നമ്പർ നമ്മളിപ്പം എല്ലാവരോടും ചോദിക്കുന്ന, നമ്മൾ ആരെങ്കിലും കണ്ട് പിരിയുമ്പം ചോദിക്കുന്നതാണ്. വുഡ് യു മൈൻഡ് ഗിവിങ് മീ യുവർ കോൺടാക്ട് നമ്പർ, അല്ലെങ്കിൽ ഷെയറിങ് മീ, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, കോൺടാക്ട് നമ്പർ. പക്ഷേ ഷെയർ കഴിഞ്ഞിട്ട് ING വരണം, ഷെയറിങ് മീ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതും ഓർമ്മ വേണം. വുഡ് യു മൈൻഡ് ഗോയിങ് ഔട്ട് വിത്ത് മീ? അല്ലേ, നമുക്കിപ്പം പുറത്ത് പോകണം, ഫ്രണ്ടിനെ വിളിക്കണം. ഇപ്പം നിങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇംഗ്ലീഷ് ഇങ്ങനെ ഇത് തന്നെ മാറി പറയുമ്പോൾ 2-3 ദിവസം പറയുമ്പം നിങ്ങൾക്ക് വുഡ് യു മൈൻഡ് ഗോയിങ് ഔട്ട് വിത്ത് മീ? ഓക്കെ. വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ പെൻ? ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ മഷി തീർന്നാണെങ്കിൽ നമുക്ക് പെന്ന് ചോദിക്കുമ്പോൾ, പെന്നോ എന്താണെങ്കിലും നമുക്ക് ചോദിക്കും, വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ പെൻ? ചോദിച്ചൂടെ? ഇത്രയും ചെയ്യാം. ഇത് ചെയ്യാമല്ലോ. ഇതിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പരസ്പരം പറയുവാണെങ്കിൽ എന്താ ആൻസർ ചെയ്യണ്ടേ? ആൻസർ പറഞ്ഞാൽ എസ് എന്നല്ല പറയുക. വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ പെൻ എന്ന് ചോദിച്ചാൽ എസ് എന്ന് പറഞ്ഞ അർത്ഥം എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, തരാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുക. എന്ത് പറയണം? നോ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഐ ഡോണ്ട് മൈൻഡ് എന്നാണ് പറയുക. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാ പറയുക. ഓക്കെ, അങ്ങനെ ആൻസർ പറയാം. വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ പെൻ എന്ന് ചോദിച്ചാൽ നമ്മൾ മറുപടി എന്താ പറയുക? നോ, ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് പെന്ന് കൊടുക്കുക. ഇതാണ് അതിൻ്റെ രീതി. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ഞാനിത് 2-3 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. ഈ ക്വസ്റ്റ്യനും ഇതിൻ്റെ റൂളിൻ്റെ തൊട്ട് താഴെ തന്നെ എഴുതി വെക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കൂടെ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻസ്. ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ റൂൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്ര എഴുതി വയ്ക്കാം. ഓക്കെ. അപ്പം വുഡ് യു മൈൻഡ് ഡാഷ് ദ വിൻഡോ? അല്ലേ, വുഡ് യു മൈൻഡ് ഡാഷ് ദ വിൻഡോ? ഇവിടെ എന്താ വരിക? ഓപ്പൺ, ഓപ്പൺസ്, ഓപ്പണിങ്, ഓപ്പൺഡ്. നമ്മൾ പറഞ്ഞു വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ വെർബ് പ്ലസ് ING വരും. ക്ലിയർ ആണേ? അപ്പം നമുക്ക് അതിന്ന് ഓപ്പണിങ് എഴുതാം. അല്ല, നമുക്ക് റൂള് മറന്നു. അപ്പം നമ്മൾ എന്താ അവിടെ ചിന്തിക്കുക? വുഡ് യു മൈൻഡ് ഗിവിങ് മീ വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്നല്ലേ ചോദിക്കാം, അല്ലേ? അപ്പം വുഡ് യു മൈൻഡ് ഗിവിങ് എന്ന് പറയുമ്പം അവിടെ വെർബ് പ്ലസ് ING, ഗിവ് പ്ലസ് ING വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ വേറെ ഡൗട്ടിൽ നമുക്ക് ഓപ്പണിംഗ് എന്ന് എഴുതാം. അപ്പം ഓപ്ഷൻ C ആണ് ആൻസർ. ക്ലിയർ ആയോ? അപ്പോൾ 2 രീതിയിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇത് ഓർമ്മ വരും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നും കൂടെ കണ്ടാൽ മതി, ഒന്നും കൂടെ ബാക്കിലോട്ട് പോയി നോക്കിയാൽ മതി, മനസ്സിലാവും. എന്നിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വുഡ് യു മൈൻഡ് ഡാഷ് ഓഫ് ദ TV? ഇതിനകത്ത് ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നേക്കുന്നത്? സ്വിച്ചിങ്, സ്വിച്ച്, സ്വിച്ച്ഡ്, സ്വിച്ചസ്. നമ്മൾ റൂൾ എന്താ പഠിച്ചത്? വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് വെർബിൻ്റെ ING ഫോമേ വരുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. അപ്പം നമ്മൾ ഉറപ്പാണ് സ്വിച്ചിങ്ങേ വരത്തുള്ളൂ, വേറൊന്നും ഇല്ലല്ലോ ING ഉള്ള വെർബ്, അല്ലേ? വരത്തുള്ളൂ. ഇനി നമ്മൾ റൂള് മറന്നെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്? നമ്മൾ വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഗിവിങ് മീ സം ഫുഡ് എന്ന് പഠിച്ചു. വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഗിവിങ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഗിവിങ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്വിച്ചിങ് ആണ് മാച്ച് ആവുന്നത്, അല്ലേ? ING. അപ്പം ഓപ്ഷൻ A ആണ് അതിൻ്റെ ആൻസർ. എന്നിട്ട് നമുക്ക് എപ്പോഴും അത് തന്നെ ചോദിക്കണമെന്നുണ്ടോ? ING ഫോം ഉള്ള ഭാഗം തന്നെ ഡാഷ് വരണമെന്നില്ല. ഓൾമോസ്റ്റ് ഇതുവരെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇൻ കേസ് ഇനി മാറ്റി നമ്മൾ കുറച്ച് എക്സാം ടഫാക്കണമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുവാണെങ്കിൽ ഇവിടെ ഡാഷ് യു മൈൻഡ് ഡ്രൈവിംഗ് മൈ കാർ, ഡാഷ് യു മൈൻഡ് ഡ്രൈവിംഗ് മൈ കാർ. അപ്പം നമ്മൾ ഇതെന്താ പഠിക്കണേ? വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് വെർബ് പ്ലസ് ING വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ ഷാൽ വരുമോ, ഷുഡ് വരുമോ, വുഡ് വരുമോ, കുഡ് വരുമോ? സിമ്പിൾ അല്ലേ? നമുക്ക് ഉറപ്പായിട്ട് അറിയാം. വുഡ് യു മൈൻഡ് നമ്മൾ തുടക്കം മുതലേ പഠിച്ചു വരുന്നതുകൊണ്ട് നമുക്കത് ക്ലിയർ ആയിട്ട് ഓർമ്മയിരിക്കണം. ഈ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ, ഈ സെൻറ്റൻസിൻ്റെ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വുഡ് എന്നുള്ള കാര്യം ഓർമ്മ വരണം. മനസ്സിലായോ? അപ്പം ഡാഷ് യു മൈൻഡ് ഡ്രൈവിംഗ് മൈ കാർ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ വുഡ് യു മൈൻഡ് ഗിവിങ് മീ സം ഫുഡ് എന്ന് ചോദിക്കാം. അപ്പോൾ അതിനർത്ഥം വുഡ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടും, വുഡ് എന്ന് എഴുതാം. അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് വെർബ് പ്ലസ് ING വരും. അതുകൊണ്ട് നമുക്ക് വുഡ് വരും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ ഓപ്ഷൻ C നമുക്ക് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് 1 മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഇന്ന് 1 മാർക്ക് ഉറപ്പായിട്ട് ഞാൻ പഠിപ്പിച്ചു എന്ന് പറയാം. നിങ്ങൾക്ക് 1, 2, 3 എക്സാം എഴുതുന്നതിൽ 1 മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾ ഈ വൃത്തിക്ക് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഞാൻ കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ വേർഡ്സും ഇമ്പോർട്ടൻസ് ഉള്ള വേർഡ്സ് തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേർഡ്സുകൾ ഞാൻ തപ്പിപ്പിടിച്ചെടുത്തതാണ്. ഇനിയും കിട്ടുന്ന വേർഡ്സൊക്കെ, കിട്ടുന്ന എത്ര വേർഡ്സ് കിട്ടിയാലും നിങ്ങൾ പഠിക്കുന്നതിൽ ഒരു മടിയും കാണിക്കില്ല. ഏത് വേർഡ് നിങ്ങൾ ഇമ്പോർട്ടൻസ് ഒന്നും ഞാൻ ഇമ്പോർട്ടൻസ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ സമയം എടുക്കുവാണ്. അപ്പോൾ ആ സമയം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ നല്ല കാര്യങ്ങൾ, നല്ല കാര്യങ്ങളെന്ന് ഉദ്ദേശിച്ചത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇട്ടത്.
അതുപോലെ നിങ്ങൾ അറിയാത്ത ഏത് വേർഡ് കിട്ടിയാലും പഠിക്കുക, സന്തോഷത്തോടെ പഠിക്കുക. അത് നമുക്ക് എക്സാമിന് ഉപകാരപ്പെട്ടില്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഉപകാരപ്പെടും. മനസ്സിലായോ? പിന്നെ നമുക്ക് എന്ത് ചെയ്താലും ഒരു ഇൻട്രസ്റ്റ് വേണം. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നിങ്ങൾ പേടിക്കരുത്, പേടി മാറണം. അത് തന്നെ ഞങ്ങളെ കോഴ്സിൻ്റെ പേര് തന്നെ ഇംഗ്ലീഷ് ഫീലിയ എന്നാണ്. യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇംഗ്ലീഷ് ഫീലിയ എന്നാണ്. ഫീലിയയുടെ അർത്ഥം തന്നെ ഇഷ്ടം എന്നാണ്. ഇഷ്ടം, അഫെക്ഷൻ, ലവ്, അഫെക്ഷൻ എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. ഇംഗ്ലീഷ് ഫോബിയ എന്ന് കേട്ടിട്ടുണ്ടോ? ഇംഗ്ലീഷിനോടുള്ള പേടി. ഇത് ഇംഗ്ലീഷ് ഫീലിയ എന്ന് ഞങ്ങൾ പേര് കൊടുക്കാൻ കാരണം തന്നെ ഇംഗ്ലീഷിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഒരു പേടിയും പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്. ഞാനിതെന്തായാലും നല്ല രീതിക്ക് ഈ പഠിപ്പിച്ച പോലെ നല്ല സിമ്പിളായിട്ട് പഠിപ്പിക്കും. നിങ്ങൾ മാക്സിമം കൂടെ ഇരുന്ന് പഠിക്കുക. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത ക്ലാസ് ഒരാഴ്ചയിൽ 2 ക്ലാസ് ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. 2 ക്ലാസ് ഇടും, ആഴ്ചയ്ക്ക് 2 ക്ലാസ് ഇടും. പറ്റുവാണെങ്കിൽ 3 ക്ലാസ്, മാക്സിമം 3 ക്ലാസ്, 2 ക്ലാസ് എന്തായാലും ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത് കുറച്ച് സമയം എടുക്കും. മനസ്സിലായില്ലേ? നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യുമ്പം നമ്മൾ ഇരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് നമ്മൾ പഠിക്കും പോലെയല്ല, പഠിപ്പിക്കാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സമയം എടുക്കും. ഓക്കെ, പക്ഷെ ഒരിക്കൽ പഠിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാം, അതൊരു ഗുണമുണ്ട്. അപ്പം ആ സമയം എടുത്ത് തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശരിക്ക് കൂടെ പഠിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരു എക്സസൈസ് തരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും മാർക്ക് കിട്ടത്തില്ല. നിങ്ങൾ എക്സാമ്പിൾ ഞാനും നിങ്ങളുമായിട്ട് കോമ്പറ്റീഷൻ എക്സാമിന് എല്ലാവരും ഒരുപോലെ 24 മണിക്കൂർ പഠിക്കുന്നുണ്ട്. പഠിക്കുമ്പം ആര് കൂടുതൽ പഠിക്കുന്നോ, ആര് നന്നായിട്ട് പഠിക്കുന്നോ അവർക്കായിരിക്കും കൂടുതൽ മാർക്ക് കിട്ടുക. അതിൽ ആർക്കും ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാനിന്ന് എന്തൊക്കെയാണ് പറഞ്ഞു തന്നെ, സിനോണിംസ് പറഞ്ഞു തന്നു. അതിൽ ഒരു വേർഡ് എഴുതുക. ഒരു ദിവസം ഒരു വേർഡ് എഴുതാൻ പറ്റില്ലേ? ആൻറ്റോണിംസിൽ ഒരു വേർഡ് പഠിക്കുക. ബോറടിക്കത്തില്ലല്ലോ, ഒരു വേർഡ് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, പിന്നെ ഫോറിൻ വേർഡ്സ്, പിന്നെ ഫ്രേസൽ വെർബ്സ്. ഇത്രയും ഓരോ വേർഡ് ഞാൻ പറഞ്ഞു തന്ന രീതി പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് റൂൾസ് അധികം കിട്ടാൻ ചാൻസ് ഇല്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും സാറന്മാർ പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതോ അത് കിട്ടുമ്പോൾ എഴുതി വെക്കുക. നാളെ തന്നെ ഞാൻ എഴുതാൻ പറയുന്നില്ല, ഞാൻ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞുതരും, റൂൾസൊക്കെ കുറച്ച് പറഞ്ഞുതരും. അപ്പോൾ അത് നിങ്ങൾ എഴുതി പോയാൽ മതി. അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അത് എൻ്റെ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ വേർഡ്സ് ഏതൊക്കെ വരുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പഠിപ്പിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഗ്രാമർ ഒന്ന് കഴിഞ്ഞിട്ട് അത് നമുക്ക് തുടങ്ങാം, കുറച്ചായിട്ട് ചെയ്യാം. ഞാൻ പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് 1-2 വേർഡ്സ് കൂടെ ഇടാൻ നോക്കാം. സമയവും സൗകര്യമൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. നല്ല രീതിക്ക് പഠിക്കുന്നവരാരും ടൈം വേസ്റ്റ് ചെയ്യാതെ നല്ലോണം പഠിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.